ഹായ് ഹലോ നമസ്തേ. കപ്രീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോ ഇന്നത്തെ വിഷയം എന്താ? വിഷയം ഒന്നുമില്ല, നമ്മുടെ ലോകം തന്നെ ഇപ്പൊ ലോകയിലെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പൊ ലോകയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് വേറൊരു എപ്പിസോഡ് നമ്മൾ ഇറക്കുന്നുണ്ട്. അതായത് കുറച്ച് ഇടം ഡീറ്റെയിലിങ്ങുകളും കാര്യങ്ങളും മനസ്സിലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അതില് ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. ഇപ്പോ എന്താണ് എല്ലാവരും ഡൗട്ട് പറയുന്ന കാര്യമാണ്. അത് സ്പോയിലർ ആണ്. സിനിമ കണ്ടവർ മാത്രമേ വീഡിയോ കാണാവൂ. അതിവിടെ പറയുന്നുണ്ട്, തമ്മിലോ തെറ്റിട്ടുണ്ട്. സിനിമ കാണാത്തൊരു വേഗം പോയി കാണും. നമ്മുടെ ARMന്റെ മണീനുമായിട്ട് ഏറ്റവും അവസാനത്തെ എൻഡ് ക്രെഡിറ്റിലെ ലുക്കിന് അങ്ങനെ കുറെ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. കാരണം ARMന്റെ അതുപോലെ ഒരു ഗുഹയ്ക്കകത്താണ് ഇരിക്കുന്നത് മണിയെ. അപ്പൊ ഇതിനകത്ത് ഗുഹയ്ക്കകത്ത് അപ്പൊ അത് തന്നെയാണോ ഇത് യൂണിവേഴ്സ് ആണോ എന്നൊക്കെ ഫേസ്ബുക്കിലെ കുറെ കമന്റ് കണ്ടു ഞാൻ. അതായത് സ്വാഭാവികമായിട്ട് കണ്ടപ്പോ എനിക്കും തോന്നിയത് അങ്ങനെ ആ സെയിം ലുക്കാണ്. ആ ഷൂട്ടിങ് തീർത്തിട്ട് ഇവിടെ വന്ന് അഭിനയിച്ച പോലെ ഉണ്ട് അങ്ങനത്തെ ഒരു ഇതില്. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല, അത് ഒരിക്കലും ആവൂല. പിന്നെ അത് ഡൗട്ട് അടിക്കാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മണിയൻ ഒരിക്കലും മരിക്കത്തില്ല എന്ന് അതിനകത്ത് പറയുന്നത്. നമുക്ക് മരണമില്ലടോ എന്ന് പറയാനുണ്ട്. അപ്പൊ ഇതിനകത്ത് ആ മണിയൻ മരിക്കാതെ ഇതിനകത്ത് വന്നതാണോ അങ്ങനെയൊക്കെ ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ ടൊവിനോനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ എന്നെ പോലത്തെ 340 പേര് വേറെ ഉണ്ട്. അത് പറഞ്ഞ വിശ്വസിക്കുമോ ലാസ്റ്റ് ചോദ്യം ചോദിച്ചു നിർത്തുന്നത്. അപ്പൊ അതിനകത്ത് ഒരാൾ മാത്രമാണ്, അത് ഒരാളുടെ ലുക്ക് മാത്രം. ബാക്കി പല ലുക്കിൽ പലരും വരുന്നുണ്ട്. ടൊവിനോയ്ക്ക് എനിക്കത് കുറെ വേഷങ്ങൾ ടൊവിനോയ്ക്ക് വരും. തീർച്ചയായിട്ടും. അപ്പൊ ടൊവിനോ അടുത്ത കഥ ടൊവിനോനെ പറ്റിയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനകത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പം മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് ആദ്യമായിട്ടാണ്. അപ്പൊ ഇത്രയും ഒരു എന്താണ് എന്ന് പറഞ്ഞാൽ 25 കോടി കണ്ടല്ലേ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ബഡ്ജറ്റിൽ അവര് വെച്ചുകൊണ്ട് നല്ലൊരു സിനിമയാണ് നമുക്ക് ഉണ്ടാക്കിയത്. അതായത് ലൈറ്റിങ്ങിന്റെ ആയാലും സത്യം പറഞ്ഞാൽ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു ഫീല് നമുക്ക് കിട്ടി. ഹോളിവുഡ് ലെവലിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയും. അപ്പൊ അങ്ങനത്തെ ഒരു പടം നമ്മളെ ടിപ്പിക്കൽ മിത്തിനെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റോറിയിലോട്ടൊക്കെ ആക്കുമ്പോ നിനക്ക് എന്താണ് അങ്ങനെ തോന്നണത് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇത് ഫുൾ ഓഫ് ചെയ്ത് എടുത്തെന്നാണ്. അതെ, ആ തോട്ടിന് തന്നെ ഒരു വലിയ ഹൈലൈറ്റ്. കാരണം എല്ലാവർക്കും ഈ പവർ റേഞ്ചേഴ്സ് ഉണ്ട്, അപ്പൊ നമുക്ക് ആരുണ്ട് നോക്കും. നമ്മുടെ ശരിക്കും സൂപ്പർ ഹീറോസ് ആണ് ഈ കടമറ്റത് നമ്മുടെ ഹീറോസ് ആയിരുന്നു. നമ്മൾ ഈ പണ്ട് കൊച്ചിലെ കുട്ടിച്ചാത്തൻ കത്തനാരൊക്കെ കാണുമ്പോ നമ്മൾ ഇങ്ങനെ ഇത് കാണുമല്ലോ. അപ്പം അവരെയൊക്കെ അത്തരത്തിലുള്ള ഈ ഐക്കോണിക് സ്റ്റാറിനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരും കണക്ട് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഈ ചാത്തനും ഇതൊക്കെ പേടിയാണ്, നമ്മുടെ പേടി സ്വപ്നം. പക്ഷെ അവരൊക്കെ സൂപ്പർ ഹീറോസ് ആയിരുന്നു എന്നൊരു തോട്ട് ഇതിൽ കൂടെ കൊണ്ടുവന്നു. നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കല്യാണി പ്രദേശം അതിനകത്തൊരു ഡയലോഗ് പറയും, നിങ്ങൾ എല്ലാവരും കണ്ടവർ ശ്രദ്ധിച്ചു കാണും. അതിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ മിത്തെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളിലും ഒറിജിനാലിറ്റി അങ്ങനെയാണ് പല കാര്യങ്ങളും. അപ്പം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ദുൽഖർ ഇപ്പൊ സക്സസ് ഇതിലൊക്കെ വന്നിട്ട് പറഞ്ഞല്ലോ, ഇത് നമ്മള് എന്താണ് ഇങ്ങനെ ഒരു ചെറിയ ഐഡിയ വെച്ചുകൊണ്ട് തുടങ്ങിയതാണ്, ഇത്രയും സക്സസ് ആവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല, ഇതിപ്പോ എന്തൊക്കെയാണ് ഇവിടെ നടക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു സക്സസ് വലിയ ലെവലിൽ സക്സസ് ആയി പോയി പടം. പിന്നെ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ദൈവികമായിട്ട് കിട്ടിയ ശക്തി എന്ന് പറയാനില്ല. ഇല്ല വവ്വാൽ കടിച്ചുണ്ടായ അസുഖമാണ്, രോഗമാണ്, വൈറസാണ്. എനിക്ക് അങ്ങനെ ആയിരിക്കും യക്ഷിയൊക്കെ ഉണ്ടായതെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുന്നു. ശരിയാണ്. സയന്റിഫിക് ആയിട്ടൊക്കെ ചിന്തിച്ചു വേറെ തമിഴ് സിനിമയും കന്നഡ സിനിമയിലൊക്കെ പറയും ഇതേ കൺസെപ്റ്റ് എടുത്ത് ഇടുവാണെങ്കിൽ അവര് പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാണ് അങ്ങനെ. പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടെ കുറച്ചും കൂടെ ലോജിക്ക് വെച്ചാണ് അവർ പോയത്. ഒരു രോഗമാണ് അവർക്ക് വന്നത്, പകരുന്ന രോഗം. അത് തന്നെയാണ് ഇപ്പൊ ഹോളിവുഡ് ലെവലിൽ ഇപ്പൊ നമ്മളെ സൂപ്പർമാൻ, സ്പൈഡർമാൻ ഒക്കെ ഉണ്ട്. അപ്പൊ അവരെന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് അത് ഉള്ളതിനൊരു കാരണമുണ്ട്. അപ്പം ചിലത് കഴിച്ചു മൊബൈലിന്റെ ഒക്കെ കൊണ്ടുവരണേ. ഇതിനകത്തോട്ട് വരുമ്പോ ഇതിനകത്ത് അവർ റീസൺ കാണിക്കുന്നു. ഇപ്പൊ നമുക്ക് മറ്റേ ആ കൊച്ചു മറ്റേ എന്താണ് ഈ ദൈവത്തിന്റെ ഒരു ഇത് കിട്ടി, ശക്തി കിട്ടിയാണ് ഇങ്ങനെ ആവണേ എന്നുള്ള ഇത് കാണിക്കുമ്പോഴും അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു റീസൺ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പുറകെ നോക്കുമ്പോ അത് വിഗ്രഹത്തിന്റെ കാളിയമ്മയാണെന്നൊക്കെ അതെ. ഒരേ സമയത്ത് രണ്ടാൾക്കാരെ ഇതുണ്ട്, സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ, ഇതൊക്കെ ദൈവികമാണെന്ന് ചിന്തിക്കുന്ന രണ്ടാൾക്കാരെ പൊളിച്ച് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മ മരിയാണെന്ന് പറയുന്നുണ്ട്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാവാം എന്ന് പറയുന്നത്. അപ്പം ആർക്ക് ലോജിക്ക് നോക്കുന്നവർക്ക് ഇങ്ങനെ വിശ്വസിക്കാം, അല്ലാതെ അങ്ങനത്തെ അത്ര വലിയ തോട്ടാണ് സിനിമയിൽ കൂടെ അവർ എക്സിക്യൂട്ട് ചെയ്തത്. തോട്ടം മാത്രമല്ല, ഇപ്പൊ അവര് ഇരുത്തിയാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കണം. ഒരു പാളിച്ചെന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെ ഡയറക്ഷനും കൂടെ ആയപ്പോ കിടിലം. ഇപ്പൊ തരംഗം എടുത്ത് വെച്ചേക്കണ ഒരു ഡയറക്ടറിന്റെ സിനിമയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. തരംഗം മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിപ്പോ തരംഗം കട്ട് ചെയ്ത് ഈ സിനിമയിലോട്ട് വരുമ്പോ ഫ്രെയിമുകളെ മാറ്റം, കളറിന്റെ മാറ്റം, ലൈറ്റിങ്ങിന്റെ മാറ്റം, എങ്ങനെയാണ് ഒരു
എടാ ഒരു ഇത്രയും ചെറിയ ബഡ്ജറ്റിലേക്ക് ഇങ്ങനെ ഒരു പടം എടുക്കുമ്പോഴേ ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഒരു ആൾക്ക് സാലറി കൊടുക്കാൻ 50-60 കോടി. സിനിമ ഇവരെക്കാട്ടി ക്വാളിറ്റിയിൽ ഈ ഒരു ബഡ്ജറ്റ് എടുത്ത് വെച്ചെങ്കിൽ അത് തന്നെ. ഇപ്പൊ തന്നെ വളരെ ഫേമസ് ആയുള്ള യൂട്യൂബറൊക്കെ ഇപ്പൊ റിയാക്ട് ചെയ്യണമെങ്കിൽ ആൾക്കാരൊക്കെ ചെയ്യുന്നില്ല. അവരെ ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, അവര് തന്നെ പറഞ്ഞു നീയൊക്കെ പൈസ ഇറക്കടാ, പൈസ ഇറക്കി കാണിച്ചു കൊടുക്കും, പടം എടുക്കണം എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ സത്യസന്ധമായിട്ട് പറഞ്ഞ ഇതൊക്കെ മലയാള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് ടാലന്റ് ഉള്ള ആൾക്കാരുടെ നല്ലൊരു ടെക്നീഷ്യനൊക്കെ പറഞ്ഞത് മെയിൻ ഒരു കാര്യമുണ്ട്. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് കാണിക്കണം. അതിന് ബഡ്ജറ്റ് നമ്മള് ഐക്കോണിക് എടുക്കണമെങ്കിൽ അത് മലയാളികൾ കഴിവാണത്. പിന്നെ കുറെ ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്, നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ പറയാം. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഒരു തവണ കൂടെ കണ്ടപ്പോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഡീറ്റെയിലിംഗ് ആയിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയും. അപ്പൊ എന്താണ് പിന്നെ എന്തായാലും ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉണ്ട്, കല്യാണി പ്രിയദർശനുണ്ട്. അതെന്ത് ചോദ്യമാടാ, മോശം പറയണം. അങ്ങനെ കാര്യം പറഞ്ഞാൽ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇപ്പൊ മഞ്ജു വെച്ച് ബാക്കി ഇപ്പൊ അങ്ങനെ അനശ്വര രാജനൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അതേ സമയത്ത് കല്യാണി പ്രിയദർശൻ വന്നിട്ട് ഇങ്ങനെ ഒരു റോള് ഫുൾ ഓഫ് ചെയ്യുമ്പോഴേ സമ്മതിച്ചു കൊടുക്കണം. ആറ്റിറ്റ്യൂഡ് വയസ്സായാലും പോസ്റ്റർ കണ്ടപ്പോ എല്ലാരും കളിയാക്കി. തീർച്ചയായിട്ടും എനിക്കും തോന്നി ഇത് കുളം ആവുമല്ലോ എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ബാക്കി എല്ലാം ഉണ്ട്, ഫിറ്റ്നസിന്റേതായാലും എല്ലാം കൊണ്ടും. കല്യാണിക്ക് ശബ്ദം കൊടുത്തത് കല്യാണിയാണ്. അതല്ല, അത് സ്വാഭാവികമായിട്ട് അറിയാലോ, കുഴപ്പമില്ല. അത് സൈനോറാണെന്ന് തോന്നുന്നു, അതേ ശബ്ദം സൈനോറാണെന്നാണ്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടവരെല്ലാരും പറഞ്ഞു ആറ്റിറ്റ്യൂഡ് വയസ്സായാലും അത് അങ്ങനെ കൊണ്ടുപോയി, സമ്മതിക്കണം അത് അങ്ങനെയാണ്. അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. അൻഡിൽ ദെൻ